ഹായ് കൂട്ടുകാരെ, ഇത് നമ്മുടെ ചാച്ചുക്കുട്ടൻ്റെ മകനാണ് കേട്ടോ. ചാച്ചുക്കുട്ടൻ്റെ മകനാണ്. അവനെ പോലെയല്ലേ കണ്ടാ. ചാച്ചുക്കുട്ടൻ ഇപ്പം ഇല്ല കേട്ടോ, അവൻ എവിടെയോ നാട് വിട്ടു പോയി. ഇപ്പം അവൻ്റെ മകനാണ്. വല്ലപ്പോഴും കൂടിയൊക്കെ നമ്മളെ വീട്ടിൽ കയറി വരും. നമ്മൾ ഭക്ഷണമൊക്കെ അവന് കൊടുക്കും. അവനടുത്ത വീട്ടിലാണ് ഈ സുന്ദരൻ. എൻ്റെ പേര് സുന്ദരൻ എന്നും കൂടിയാണ് കേട്ടോ. ചോറ് വേണോ? ചോറ് വേണോ ഒക്കെ? നിൻ്റെ മക്കൾക്ക് ചോറ് വേണോടാ? കുട്ടായിയെ കാണാത്തണ്ട് വന്നത്? കുട്ടായിയുടെ ചാച്ചുക്കുട്ടൻ്റെ മോനല്ലേ? ചാച്ചുക്കുട്ടൻ്റെ മോനല്ലേ? എൻ്റെ ഒരു വേണം എൻ്റെ കുഞ്ഞിന്. ഓ ചുന്ദരാ, ഇങ്ങോട്ട് പേടിക്കണ്ട. ചോറ് മിമ്മിയും കഴിച്ചിട്ടാ. കഴിച്ചോ മക്കൾ? കഴിച്ചോടാ നിനക്ക് കഴിക്കാനുള്ള ഒരു മീൻ ഞാൻ മത്തിയൊക്കെ അവിച്ച് വെച്ചിരുന്ന് നമ്മളെ സുന്ദരൻ കുട്ടൻ വന്നപ്പോൾ വീട്ടിൽ വരുമ്പോൾ വല്ലപ്പോഴും വരുമ്പോൾ എൻ്റെ ചക്കരയ്ക്ക് ചോറ് തരണ്ടേ? സുന്ദരോ മക്കൾ കഴിയടാ, നീ പേടിക്കണ്ടെന്നേ. ഇത് നിൻ്റെ വീട് പോലെ തന്നെയാണ് കേട്ടാ. മക്കളാ വീട് പോലെ തന്നെ. നീ എന്തായാലും എൻ്റെ ചാച്ചുവിൻ്റെ മോനല്ലേ, എന്തായാലും അപ്പം നമ്മളെ സ്വന്തക്കാരാണ് കേട്ടോടാ ചക്കര കൂട്ടാ. നീ ചിന്നി കേട്ടാ. തിന്നി ചോറും മീനും ഒക്കെ ഉണ്ട് കേട്ടാ. അപ്പോൾ കുഴപ്പമില്ല. ഇനി വാ, ഇതാ നമ്മുടെ കുട്ടായി ഓക്കെ ആയി കേട്ടോ. ഇപ്പം നമ്മുടെ കുട്ടായി ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അവന് ട്രിപ്പൊക്കെ ഇറക്കി ഇന്നലെ മുതലേ ഓക്കെ ആയി. ഇന്ന് ഇനിയിപ്പോൾ നല്ല രീതിയിൽ ആഹാരമൊക്കെ കഴിച്ച്. അപ്പോൾ എൻ്റെ പിന്നെ എന്താ പറയേണ്ടത്, എൻ്റെ കുട്ടായിക്ക് കൊടുക്കുന്ന ഭക്ഷണമാണ്. നിങ്ങൾ കാണാം, ഇത് കണ്ടില്ലേ, നല്ല മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് പുഴുങ്ങിയതാണ്. ഇങ്ങനെയാണ് ഞാൻ കൊടുക്കുകയുള്ളൂ, അല്ലാതെ ഞാൻ വെറുതെ പച്ചയ്ക്കൊന്നും ഞാൻ കൊടുക്കത്തില്ല. എൻ്റെ കൂടെ നമ്മളെ ഡയാനയും ഉണ്ട് കേട്ടാ. ഡയാന് എല്ലാ വീഡിയോ നമുക്ക് എടുക്കാം. ഞാനതിന് സൗണ്ട് കൊടുക്കും മോളെ, തെറ്റിയാലും സൗണ്ട് ഇടും. കുഴപ്പമില്ല, നല്ല രീതിയിലിടും. മറ്റേ ഇതൊന്നും കാണരുത്, എടുക്കുമ്പോൾ നല്ല ഓക്കെ അല്ലേ? ഓക്കെ. എത്ര സെക്കൻഡ് ഉണ്ട്? 1:11. അതോ കുട്ടായി വയറ് നിറയെ ആഹാരമൊക്കെ കഴിച്ചിട്ട് പുറത്ത് മുറ്റത്ത് വന്നിട്ട് ഇങ്ങനെ ഡിസ്കോ ഡാൻസ് കളിക്കുന്നുണ്ട. അവൻ കിടന്ന് ഉരുളക്കോണ് വേല. ഇത് കണ്ടോളൂ. അപ്പോൾ അവന് തിന്ന് റിലാക്സ് ആകുമ്പോൾ എല്ലിൻ്റെ ഇടയിൽ കുത്തുമ്പോൾ അവൻ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ തറയിൽ കിടന്ന് അങ്ങനെ അവൻ അങ്ങ് അർമാദിക്കുക. പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ നമ്മുടെ സുന്ദരൻ, അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വീട്ടിൽ വരും. പിന്നെ ഇപ്പം ഇവർ തങ്ങളിൽ ശത്രുതയാണെന്ന് തോന്നുന്നു. നമ്മുടെ കുട്ടായിയും അപ്പുറത്തെ സുന്ദരനുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ അവർ കീരിയും പാമ്പുമാണ്. അത് ഈ ആമ്പൂച്ചകളെല്ലാം അങ്ങനെയാണ്. പിന്നെ എന്ത് ചെയ്യാനാണ്, നമുക്ക് പിടിച്ചു മാറ്റാൻ പറ്റൂ. പിടിച്ചു മാറ്റിയാലും അവർ വീണ്ടും കാണുമ്പോൾ അവർക്ക് ശത്രുത കൂടും. അപ്പം നമ്മളെ കുട്ടായി ഇതാണ്ട് ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുക. അങ്ങനെ നമ്മുടെ ഈ മരച്ചുവട്ടിൽ ഞാൻ കാക്കയ്ക്ക് വെള്ളം കൊടുക്കാനായിട്ട് അവിടെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ മരത്തിൻ്റെ ആ ഒരു സൈഡിലും ആ മതിലും കൂടി ചേർത്ത് 2-3 പലകയൊക്കെ വെച്ചടിച്ച് ആ കാക്കയ്ക്ക് വെള്ളവും ഫുഡും ഞാൻ അവിടെ വെച്ച് കൊടുക്കും. കാരണം ഒന്നതാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഉണക്കാണ്, ചൂട്, അതിഭയങ്കരമായിട്ടുള്ള ചൂട് കൂടിയ സമയമാണ്. പക്ഷികളും മൃഗങ്ങളും ഒക്കെ വെള്ളം കുടിച്ചോളാൻ വയ്യാതെ തേരാപ്പാര ഓടുന്ന ഒരു സമയത്ത് ഞാൻ എൻ്റെ കാക്കയ്ക്ക് ഇതാണ്ട അവിടെ ഞാൻ വെള്ളം വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. വെള്ളവും കുടിക്കും, ചോറും കഴിക്കും. അപ്പോൾ അവിടെയാണ് ആ പാത്രം കൊത്തിയെടുത്തിരിക്കുന്നത്. എങ്ങനെ വെച്ചാലും ആ പാത്രം കൊത്തിയെടുത്ത് അത് കൊണ്ടുപോകും, മനസ്സിലായ? അപ്പോൾ ഞാൻ ആ പാത്രത്തിൽ ചോറ് വെച്ച് കൊടുക്കും. തൊട്ടിപ്പുറത്ത് ഒരു ചെറിയൊരു പാത്രത്തിൽ വെള്ളവും വെച്ച് കൊടുക്കും. ഇത് സ്ഥിരം വരുന്ന കാക്കകളാണ് കേട്ടോ. അവിടെ നമ്മൾ വെള്ളവും ചോറും വെച്ച് കൊടുക്കുന്നത് കൊണ്ട് ഈ കാക്ക എപ്പോഴും വരാറുണ്ട്. പിന്നെ നമ്മുടെ മാവിൻ്റെ മണ്ടയിൽ ഒരു കൂടുണ്ട്, കാക്കക്കൂട്, അവർ എപ്പോഴും ഇറങ്ങി വരും. പിന്നെ നമ്മൾ കറക്റ്റ് ടൈമിൽ ചോറൊക്കെ വെച്ച് കൊടുത്താൽ അവർക്കറിയാം ഇവിടെ ചോറുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നും അവർക്ക് അവിടെ ഭക്ഷണം കൊണ്ട് വെച്ച് കൊടുക്കും. അവരും തിന്നട്ടെ, നമ്മളെപ്പോലെ അല്ലേ. അങ്ങനെ കാക്കയ്ക്കും ഒരു നേരത്തെ ആഹാരം നമ്മൾ കൊടുക്കുന്നുണ്ട്.